ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് വരാനുള്ളതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് ഏറെക്കുറെ ഫ്ലാറ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അമേരിക്കൻ ഇൻഡെക്സുകളെല്ലാം മാർജിനലി നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ഇൻവെസ്റ്റേഴ്സ് അമേരിക്കൻ മാർക്കറ്റിൽ കോഷ്യസ് അപ്രോച്ച് വെച്ച് പുലർത്തുകയും ചെയ്തു. ഏഷ്യൻ മാർക്കറ്റും മിക്സഡ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. റഷ്യയ്ക്ക് മുകളിൽ കൂടുതൽ സാമ്പത്തിക ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തും എന്നുള്ള അപ്ഡേറ്റ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ബ്രന്റ് ക്രൂഡിൻ്റെ വില $72 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഉയർന്നു. ഇത് ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു നെഗറ്റീവ് അപ്ഡേറ്റാണ്. കഴിഞ്ഞ ദിവസവും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് സെല്ലറായി തുടരുകയും 4636 കോടിയുടെ സെല്ലിംഗ് നടത്തുകയും ചെയ്തു. അതേസമയം തുടർച്ചയായ 17ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 6146 കോടി രൂപയുടെ ബൈയിങ് നടത്തി. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 24800 എന്ന റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് 24821 ക്ലോസിംഗ് നൽകി. 24950 വരുന്ന ദിവസം, അതായത് ഇന്നത്തെ ദിവസം മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 24600 ആയിരിക്കും പ്രധാന സപ്പോർട്ട്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ത്രിവേണി എഞ്ചിനീയറിംഗ്. ത്രിവേണി എഞ്ചിനീയറിംഗിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 86% ഇടിഞ്ഞ് 31 കോടിയിൽ നിന്നും 4 കോടിയിലേക്കെത്തി. റവന്യൂ 22% വർദ്ധിച്ച് 1300 കോടിയിൽ നിന്നും 1598 കോടിയിലേക്കെത്തി. കമ്പനിയുടെ എബിറ്റ 38% ഇടിഞ്ഞ് 86 കോടിയിൽ നിന്നും 53 കോടിയിലേക്ക് എത്തുകയും മാർജിൻ 6.6% നിന്നും 3.3% ഇടിയുകയും ചെയ്തു. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗ്രോസ് NPA 0.82 നിന്നും 0.75 ഇടിയുകയും നെറ്റ് NPA 3.27% നിന്നും 2.92% ഇടിയുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രോഫിറ്റ് 32% വർദ്ധിച്ച് 1702 കോടിയിൽ നിന്നും 2252 കോടിയായി ഉയരുകയും ചെയ്തു. അതേസമയം നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 3% ഇടിവ് വന്നു. ദിലീപ് ബിൽഡ്കോണിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 91% വർദ്ധിച്ച് 119 കോടിയിൽ നിന്നും 229 കോടിയിലേക്കെത്തി. മാർജിൻ 15.3% നിന്നും 19.9% ഉയരുകയും ചെയ്തപ്പോൾ റവന്യൂ 16% ഇടിഞ്ഞു. ലോയിഡ്സ് എഞ്ചിനീയറിംഗിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റും റവന്യൂവും ഇടിഞ്ഞു. നെറ്റ് പ്രോഫിറ്റ് 65% ഇടിഞ്ഞപ്പോൾ റവന്യൂ 6.5% ഇടിയുകയും മാർജിൻ 14.9 നിന്നും 12.2 എത്തുകയും എബിറ്റ 23% ഇടിഞ്ഞ് 34 കോടിയിൽ നിന്നും 26 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ASK ഓട്ടോമോട്ടീവിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 16% വർദ്ധിച്ച് 56 കോടിയിൽ നിന്നും 66 കോടിയിലേക്ക് എത്തിയപ്പോൾ റവന്യൂ 3% വർദ്ധിച്ച് 862 കോടിയിൽ നിന്നും 862 കോടിയിൽ നിന്നും 891 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 19% ഉയരുകയും ചെയ്തു. NTPCയുടെ ക്വാർട്ടർലി റിസൾട്ടും അത്ര മികച്ചതല്ല. NTPCയുടെ നെറ്റ് പ്രോഫിറ്റിൽ 6% വർധനവുണ്ടായെങ്കിലും റവന്യൂ 4.2% ഇടിയുകയും എബിറ്റ 17% ഇടിയുകയും മാർജിൻ 28% നിന്നും 24% ഇടിയുകയും ചെയ്തു. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. സിയൻറ്റ് എന്ന കമ്പനി സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്ങിന് വേണ്ടി സിയൻറ്റ് സെമി കണ്ടക്ടർ സിംഗപ്പൂർ എന്ന ഒരു എൻറ്റിറ്റി സിംഗപ്പൂരിൽ ആരംഭിച്ചിട്ടുണ്ട്. എൽസിഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കമ്പനി ക്വിക്ക് കൊമേഴ്സ് സെക്ടറിലെ പ്രമുഖ കമ്പനിയായ സെപ്റ്റോയിൽ 7.5 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. ബോട്ട്ലിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ തിലക് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി 1.4 കോടി ഇക്വിറ്റി ഷെയറുകൾ 382 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്ത് 549 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. മുത്തൂറ്റ് മൈക്രോഫിൻ എന്ന കമ്പനി അതിൻ്റെ ബിസിനസ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലേക്ക് കൂടി എക്സ്പാൻഡ് ചെയ്യുകയും ഗുവാഹട്ടിയിൽ കമ്പനി അതിൻ്റെ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ആരംഭിക്കുകയും ചെയ്തു. ഏഷ്യൻ പെയിൻറ്റ് പോളിമർ എന്ന കമ്പനിയെ ഏഷ്യൻ പെയിൻറ്റുമായി അമാൽഗമേറ്റ് ചെയ്യാൻ കമ്പനി തീരുമാനിച്ചത് ഏഷ്യൻ പെയിൻറ്റ് പോളിമർ എന്ന സബ്സിഡറിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കൂടാതെ ഓയിൽ എക്സ്പ്ലോറേഷന് വേണ്ടി റിലയൻസ് ഇൻഡസ്ട്രീസ്, ONGC, BP തുടങ്ങിയ കമ്പനികളുമായി സഹകരിക്കാൻ തീരുമാനിക്കുകയും ഡീലിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അവന്യൂ സൂപ്പർമാർട്ട് പത്താൻകോട്ടിൽ പുതിയ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 426 ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ ഗെയിൽ എന്ന കമ്പനി RVUNL എന്ന കമ്പനിയുമായി ട്രാൻസ്ഫർ ഓഫ് ഗ്യാസിന് വേണ്ടി ഒരു ജോയിൻറ്റ് വെഞ്ചർ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ KP ഗ്രീൻ എനർജി എന്ന കമ്പനിക്ക് 30 മെഗാവാട്ട് റൂഫ് ടോപ്പ് സോളാർ പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി മഹാപ്രീത്തിൽ നിന്നും ഒരു ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ KP ഗ്രീൻ എനർജി എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും.
നെസ്ലെ എന്ന കമ്പനിയുടെ ബോണസ് റെക്കോർഡ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 8 തീയതിയാണ് 1:1 എന്ന റേഷ്യോയിൽ ബോണസ് നൽകുന്നതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. സാഗിൾ പ്രീപെയ്ഡ് എന്ന കമ്പനി റിവൈവ് ടെക്നോളജി എന്ന കമ്പനിയുടെ കൺട്രോളിംഗ് സ്റ്റേക്കുകൾ 22 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്